കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ തികച്ചും അപ്രതീക്ഷിതമായ ഒരു വൻമാറ്റം വന്നിരിക്കുന്നു. പെൻഷൻ തുക വീടുകളിലേക്ക് നേരിട്ട് എത്തുന്ന രീതി സർക്കാർ പൂർണ്ണമായും അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഇനി ആർക്കൊക്കെയാണ് പെൻഷൻ ലഭിക്കുക? ഇതിനായി നിങ്ങൾ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി അറിയാം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരളത്തിലെ 64 ലക്ഷത്തിലധികം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വാർത്തകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. വീടുകളിലെ പെൻഷൻ വിതരണം നിർത്തലാക്കൽ, വരാനിരിക്കുന്ന ഓണപ്പെൻഷൻ തീയതികൾ, മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് അപ്ഡേഷൻ, അതോടൊപ്പം സൗജന്യ ഓണക്കിറ്റ്, വിപണി ഇളവുകൾ, ഈടില്ലാത്ത KCC വായ്പകൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ധനസഹായം തുടങ്ങി ഒരു പിടി പ്രധാന വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കാൻ വീഡിയോ അവസാനം വരെ കാണുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്ഷേമ പെൻഷൻ വിതരണത്തിലെ മാറ്റത്തെക്കുറിച്ച് ആദ്യം നോക്കാം. 2016 മുതൽ നമ്മുടെ നാട്ടിൽ സർവീസ് സഹകരണ ബാങ്കുകൾ വഴിയാണ് ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിച്ച് നൽകിയിരുന്നത്. എന്നാൽ ഈ രീതി സർക്കാർ പൂർണ്ണമായും നിർത്തലാക്കുവാനാണ് ഇപ്പോഴുള്ള തീരുമാനം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ്. പെൻഷൻ ഇനി മുതൽ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഇത്തവണത്തെ ഓണക്കാലത്ത് ഇതിൽ വലിയൊരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതായത് നിലവിൽ കൈകളിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് ഓണക്കാലത്തും തുടർന്നുള്ള കുറച്ച് മാസങ്ങളിലും നേരിട്ട് തന്നെ തുക ലഭിക്കും. ഇതിനായി പെട്ടെന്ന് ബാങ്ക് അക്കൗണ്ട് എടുക്കേണ്ട അടിയന്തരമായ സാഹചര്യം ഇല്ല എന്നർത്ഥം. സാവകാശം ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ അക്കൗണ്ട് വഴി പെൻഷൻ വാങ്ങുന്നവർ അക്കൗണ്ട് മാറുകയോ മറ്റു മാറ്റങ്ങൾ വരുത്തുകയോ ചെയ്യേണ്ടതില്ല. അക്കൗണ്ട് ആക്റ്റീവ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. KYC പൂർത്തിയാക്കുക. പെൻഷൻ തുക എന്ന് കിട്ടും എന്ന് നോക്കാം. മൂന്നാമത്തെ ആഴ്ചയോടെ തന്നെ, അതായത് ഓഗസ്റ്റ് 3-ാമത്തെ ആഴ്ചയോടെ തന്നെ ഓണക്കാല പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ ഓണക്കാലത്തോടനുബന്ധിച്ച് കൂടുതൽ ഗഡുക്കൾ, അതായത് അഡ്വാൻസ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി ഒന്നിച്ച് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ പെൻഷന്റെ കാര്യത്തിൽ സർക്കാർ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് കാലതാമസം ഒഴിവാക്കാനാണ്. പണം വീടുകളിൽ എത്തിക്കുമ്പോൾ വിതരണത്തിന് 10 ദിവസങ്ങളോളം വൈകുന്നു എന്ന പരാതി പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ സുതാര്യത ഉറപ്പാക്കൽ, ഇടനിലക്കാരുടെ തിരിമറികളിലും തട്ടിപ്പുകളും തടയാനാണ് ഈ നീക്കം. ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കിടപ്പ് രോഗികൾ, തീവ്ര ഭിന്നശേഷി നേരിടുന്നവർ എന്നിവർക്ക് മാത്രമായിരിക്കും ഇനി വീടുകളിൽ പെൻഷൻ എത്തിച്ച് നൽകുക. നേരിട്ട് പണം വാങ്ങിയിരുന്നവർ ഇനി എന്ത് ചെയ്യണം എന്ന് നോക്കാം. നിങ്ങൾ ഇപ്പോൾ പരിഭ്രമിക്കേണ്ട അർത്ഥമൊന്നുമില്ല. ഇത് പെട്ടെന്ന് നടപ്പിൽ വരുന്ന ഒന്നല്ല. ജനങ്ങൾക്ക് അക്കൗണ്ടുകൾ ആരംഭിക്കുവാനും വിവരങ്ങൾ സമർപ്പിക്കുവാനും ആവശ്യത്തിന് സമയം ലഭിക്കും എന്നർത്ഥം. ഔദ്യോഗിക സർക്കുലർ വന്നതിന് ശേഷം സേവന പോർട്ടലിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ മതിയാകുന്നതാണ്. നിലവിൽ ബാങ്ക് വഴി പെൻഷൻ വാങ്ങുന്നവർ പുതിയ അക്കൗണ്ട് എടുക്കേണ്ടതില്ല. ഇനി ഓണ പെൻഷൻ, മസ്റ്ററിംഗ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ഓണ പെൻഷൻ വിതരണം എപ്പോഴായിരിക്കും? ഓഗസ്റ്റ് 15-ന് ശേഷം പെൻഷൻ വിതരണം ആരംഭിക്കുകയും തിരുവോണത്തിന് മുൻപായി എല്ലാവരിലേക്കും തുക എത്തിക്കുക എന്ന രീതിയിൽ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും. ഓണക്കാലത്തെ പെൻഷൻ വിതരണവും തുടർന്നുള്ള ചില മാസങ്ങളിലെ വിതരണവും നിലവിലുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നടക്കുക. അതായത് കൈപ്പറ്റിയിരുന്നവർക്ക് കയ്യിലും അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടിലും ലഭിക്കും എന്നർത്ഥം. മസ്റ്ററിംഗ് നൽകേണ്ട സമയം. പെൻഷൻ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗ് ചെയ്യാൻ സമയവുമുണ്ട്. അവസാന നിമിഷത്തെ തിരക്കൊഴിവാക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. പെൻഷൻ മുടങ്ങിയവർ അറിയുവാനുള്ള കാര്യങ്ങളാണ്. വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യസമയം ഹാജരാക്കാത്തവർക്കാണ് പെൻഷൻ തടസ്സപ്പെട്ടിട്ടുള്ളത്. അവർ ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക. ഈ മാസം നൽകിയാലും ഓണപ്പെൻഷനോടൊപ്പം തുക ലഭിച്ചേക്കില്ല. പകരം അടുത്ത മാസം മുതലേ പെൻഷൻ പുനഃസ്ഥാപിക്കുകയുള്ളൂ. അടുത്തത്, ഓണത്തോടനുബന്ധിച്ച് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുന്ന വാർത്തകളാണ് സപ്ലൈകോ ഓണം വിപണി, സൗജന്യ ഭക്ഷ്യക്കിറ്റ് എന്നിവ. ആദ്യം സൗജന്യ ഓണക്കിറ്റ് എന്താണെന്ന് നോക്കാം.
ഓഗസ്റ്റ് 10 മുതൽ മഞ്ഞ AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും 16 ഇനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. നീല കാർഡ് ഉടമകൾക്ക് അധിക അരിയും ഗോതമ്പും ലഭിക്കും. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ് ഓണക്കിറ്റ് വിതരണമാണ്. AAY മഞ്ഞ റേഷൻ കാർഡുകാർക്കാണ് ഇത് ലഭിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും. 854 രൂപ വില വരുന്ന ഉൽപ്പന്നങ്ങളാണ് സൗജന്യ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആഴ്ച മുതൽ തന്നെ റേഷൻ കടകൾ വഴി കിറ്റ് വിതരണം ആരംഭിക്കും. ഉത്രാടം നാൾ വരെ റേഷൻ കടകളിൽ നിന്നും ഈ കിറ്റുകൾ കൈപ്പറ്റാവുന്നതുമാണ്. മറ്റ് റേഷൻ കാർഡുകൾക്ക് സപ്ലൈകോ വഴി ലഭിക്കുന്നതെന്ത് എന്ന് നോക്കാം. മറ്റ് കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി അത്തം, ഉത്രാടം, തിരുവോണം എന്നിങ്ങനെ പ്രത്യേക കിറ്റുകൾ മിതമായ നിരക്കിൽ ലഭിക്കും. 100 രൂപ മുതൽ 500 രൂപ വരെ ലാഭത്തിൽ കൂടുതൽ സാധനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് സപ്ലൈകോ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും സൗജന്യ കിറ്റ് ലഭിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതേ എന്ന് ഭക്ഷ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്തത് കിസാൻ ക്രെഡിറ്റ് കാർഡ് ദുരിതാശ്വാസ നിധി. ഇതിനെക്കുറിച്ച് നോക്കാം. ഇതോടൊപ്പം കർഷകർക്കും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്കും പ്രധാന അറിയിപ്പുകൾ കൂടി നമുക്ക് നോക്കാം. ഈടില്ലാത്ത 2 ലക്ഷം രൂപയുടെ വായ്പ, അതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC. കേന്ദ്ര സർക്കാരിന്റെ KCC പദ്ധതി വഴി കർഷകർക്ക് യാതൊരു ഈടും നൽകാതെ 2 ലക്ഷം രൂപ വരെ 4% പലിശ നിരക്കിൽ വായ്പയായി ലഭിക്കും. ലഭിക്കുന്ന ATM കാർഡ് ഉപയോഗിച്ച് തുക ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പിൻവലിക്കാവുന്നതുമാണ്. പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ നൽകിയാൽ മതിയാവും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് തുടങ്ങിയ നാഷണലൈസ്ഡ് ബാങ്കുകൾ വഴിയാണ് ഇതിനെ അപേക്ഷിക്കേണ്ടത്. രണ്ടാമത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ധനസഹായം. രോഗങ്ങൾ മൂലവും സാമ്പത്തിക പ്രയാസങ്ങൾ മൂലവും ബുദ്ധിമുട്ടുന്നവർക്ക് ഓൺലൈനായി അക്ഷയ CSC കേന്ദ്രങ്ങൾ വഴി അപേക്ഷിക്കാവുന്ന ഒന്നാണ് ദുരിതാശ്വാസ നിധി ധനസഹായം. ഇതിനാവശ്യമായി വേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, മെഡിക്കൽ രേഖകൾ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയാണ്. അപ്പോൾ സംസ്ഥാനത്തെ പെൻഷൻ വിതരണ മാറ്റത്തെക്കുറിച്ച്, ഓണം ആനുകൂല്യങ്ങളെക്കുറിച്ചുമുള്ള ഈ വിവരങ്ങൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ബന്ധുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. പെൻഷൻ സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുവാനും മടിക്കരുത്. ദിവസേനയുള്ള പ്രധാന സർക്കാർ അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓളാക്കി വെക്കുക. മറ്റൊരു പ്രധാന വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.